ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 വർഷം ആവാറായി. ഈ മെയിൽ 5 വർഷമാവും, 4.5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസിലൊന്നും വരാത്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ പണ്ട് ഞാൻ ആക്റ്റീവായിരുന്ന നല്ലപോലെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ അതേപോലെ ട്രാവലിംഗ് വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് വീഡിയോയിൽ വരാത്തതെന്നുള്ളതൊക്കെ. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെറിയൊരു വീഡിയോ ആയിട്ട്, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, ഫുൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ഹസ്ബൻഡിനെയാണ്. വരൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഭർത്താവ്, പ്രിയതമൻ. മതിയോ? വേറൊന്നുമില്ല. അപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ പ്രിഫിക്സ് കൂട്ടിയിട്ട് തന്നെ പരിചയപ്പെടുത്താം. ഇതാണ് ലഫ്റ്റനന്റ് കമാൻഡർ മുഹമ്മദ് ഇമ്രാൻ. ലൂട്ടനന്റ് കമാൻഡർ എന്ന് പറയൂലേ, അമേരിക്കൻ ഇതില്, നമ്മള് ലഫ്റ്റനന്റ് കമാൻഡർ. ഓക്കെ, അപ്പൊ പേര് കേട്ടപ്പോ, ഇതിന്റെ പ്രിഫിക്സ് കേട്ടപ്പോ നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് വീഡിയോയിൽ ഇത് വരാത്തെന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത്? അങ്ങനല്ല, ഞാൻ തന്നെ പറയണോ? ഓക്കെ. എന്തുകൊണ്ട് വരാത്ത എനിക്കറിയോ, ഓർക്കല്ലേ വരാത്തത്. ഞാൻ പറയാ ഒരു മാർക്കിലെ ആൻസർ പറയും, ഞാൻ 10 മാർക്കിനുള്ള എസ് എ പറഞ്ഞുതരാം. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം, ഞാനിവിടെ എസ് എ. അപ്പൊ ഇക്കാക്ക വർക്ക് ചെയ്തിരുന്നത് നേവിയിലായിരുന്നു. മെർച്ചന്റ് നേവി അല്ല, ഇന്ത്യൻ നേവി. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ പട്ടാളത്തിലായിരുന്നു, അല്ലെങ്കിൽ ഡിഫൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതില് അതൊരു പറയുന്ന ഒരു സ്റ്റൈലാണ്. ഓക്കെ, ഡിഫൻസില് കാസർഗോഡ് സ്റ്റൈൽ അല്ല, എന്റെ ഒരു സ്റ്റൈൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് വീഡിയോസിലൊക്കെ വരുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ വരാൻ പറ്റൂല എന്നാണ് ശരിക്കുള്ള റൂള്. അപ്പോ ഞങ്ങൾ എന്താ പറയാ, ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മളെ വീഡിയോസിലൊന്നും വരാതിരുന്നത്. ശരിക്കും നമ്മള് കുറെ അങ്ങനത്തെ വീഡിയോസ്, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കുറെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ആൾക്കാർ. ഒഫീഷ്യലായിട്ട് വരുന്നത് വേറെ, ഒഫീഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും ന്യൂസ് ചാനൽ കാണണം. അല്ലാതെ തന്നെ ഒരുപാട് വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട് ഡിഫൻസിലെ ആൾക്കാർ തന്നെ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ബൈ റൂള് നോക്കുകയാണെങ്കിൽ അങ്ങനെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി റീസൺസ് കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് റൂൾ. അപ്പോൾ ഇക്കൊക്കെ റൂൾസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്താ പറയാ, ആളായതുകൊണ്ട് തന്നെ വന്നില്ല. ആദ്യമൊക്കെ ശരിക്കും നമ്മള് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ കുറെ വിളിക്കാറുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോ കാക്ക വരുന്നില്ല. ആദ്യം ഞാൻ വിചാരിച്ചു, എനിക്കത് അങ്ങനെ മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോ മനസ്സിലായി. ഓക്കെ, പിന്നെ ഞാൻ ഒരിക്കലും വീഡിയോയിൽ വരണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടില്ല. ഓക്കെ തന്നെയാണ് പറഞ്ഞത്. ഇതുവരെ വെയിറ്റ് ചെയ്യാന്ന് മനസ്സിലായിട്ടില്ല. എന്റെ കോസ്മേറ്റ്സ് എല്ലാം പറഞ്ഞപ്പോഴാണ് സത്യം മനസ്സിലായത്. ഓക്കെ, അപ്പൊ അത് ഞാൻ വിചാരിച്ചു എന്നെ പറഞ്ഞു പറ്റിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ അത് പിന്നെ അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ടെന്യൂർ 10 വർഷം കഴിയുന്നത് വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും നേവിയിൽ അങ്ങനെ ഒരു റൂള്? നിങ്ങൾക്ക് ഇത് മാത്രമല്ല കേട്ടോ, വീഡിയോസ് ഇടുന്ന, യൂട്യൂബിൽ ഇടുന്ന മാത്രമല്ല, സോഷ്യൽ മീഡിയാസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇക്കാക്കെല്ലാം ഉണ്ടായിരുന്നതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം ഡീആക്ടിവേറ്റ് ചെയ്തു. ഇല്ലായിരുന്നു, പിന്നെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തതാ. പണ്ടത്തെ ജനറേഷൻ, ഒരു ജനറേഷൻ അല്ല. എനിക്കും ഇൻസ്റ്റാഗ്രാം പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും നേവിയിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരാന്? നേവിന്നായിരിക്കൂല ശരിക്ക്. എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു വിധം എല്ലാ ഗവൺമെന്റ് ജോബിലും കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. കുറെ ആൾക്കാർ ഫോളോ ചെയ്യും, കുറെ ആൾക്കാർ ഫോളോ ചെയ്യില്ല. ഡിഫൻസിൽ പ്രത്യേകിച്ച് കുറേ സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടുതലായിരിക്കും. സോ അതായിരിക്കും മെയിനായിട്ട്. പിന്നെ നമ്മളെ എന്താ പറയുക, ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നു, എന്തൊക്കെ ട്രാവൽ ചെയ്യുന്നു, എന്തൊക്കെ നമ്മളെ ഇൻട്രസ്റ്റ്, അതൊക്കെ അറിഞ്ഞിട്ട് ഒരാൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു വിക്ടിമായിട്ട് എടുക്കണമെങ്കിൽ കുറെ കാര്യമുണ്ട്. ഞാൻ അവളോട്
പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ലൈക്ക് നമ്മളിപ്പോ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു നോർമൽ ആൾക്കാർ ആ ഫോട്ടോയെ ശ്രദ്ധിക്കുള്ളൂ. മീൻസ് ഞാനിപ്പം ഒരു ഫോട്ടോ സമ്മറിന്റെ കൂടുതൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്നേക്കും കൂടുതൽ ശ്രദ്ധിക്കുക നോർമൽ ആയിട്ടുള്ള ആള്. ബട്ട് ആക്ച്വലി അങ്ങനെയല്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. നമ്മളെ സേഫ്റ്റി, സെക്യൂരിറ്റി, നമ്പർ ഓഫ് സമ്മറൈൻസ്, അവിടെ എത്ര സമയത്ത്, ഏത് സമയത്ത്, ആരൊക്കെ ഷിപ്പ് ചെയ്തൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. സോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പിന്നെ പുറത്ത് പറയാൻ പറ്റില്ല. അത് ഏത് ഷിപ്പ്, ഏത് സമ്മറൈൻ സെയിൽ ചെയ്തെന്ന്, ഏതാണ് പിന്നെ ലൈക്ക് റിപ്പയറിലുള്ളത്, അതൊക്കെ മറ്റുള്ളവർ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാല് അതിനനുസരിച്ച് വേണമെങ്കിൽ എപ്പോഴും ഉണ്ടാവുന്നല്ല, പക്ഷെ അല്ല അതെല്ലാം ഇതെല്ലാം ഇന്റലിജന്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. സോ അതൊക്കെ ഒരു കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീടിന്റെ ഹൗസ് ടൂർ പോലും ചെയ്തിട്ടില്ല. ശരിക്കും നമ്മള് നേവിയിൽ കയറിയ ശേഷം ഫുള്ള് ട്രാൻസ്ഫർ ഒക്കെ മുംബൈ തന്നെ ആണെങ്കിലും ഒരു 5-6 വീട്, 6 വർഷത്തിൽ 6 വീട് നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു വീടിന്റെയും ഹൗസ് ടൂർ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഈ ഒരു സെക്യൂരിറ്റി റീസൺ കൊണ്ട് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ചെയ്തില്ല. ഇനിയിപ്പോ നമ്മള് ബാംഗ്ലൂർ എത്തിയ ഹൗസ് ടൂർ, കിച്ചൺ ടൂർ, എല്ലാ ടൂറും നമുക്ക് ചെയ്യാലോ. പിന്നെ കാക്കന്റെ ടൂറും ഇപ്പൊ എത്തിയില്ല മുന്നില്. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ആയിട്ട്. അപ്പോ കാക്ക വർക്ക് ചെയ്തിരുന്നത് സബ്മറൈനിലാണ്. ഷിപ്പിലായിരുന്നു ആദ്യം, പിന്നെ സബ്മറൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. കാണുന്ന പോലെ നല്ല ഭയങ്കര സംഭവമാണ്. ഇന്ത്യയിൽ തന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ സബ്മറൈനേഴ്സ് ആയിട്ട്. ഞാന് മുംബൈയിൽ പോയ ശേഷം കണ്ടതും പരിചയപ്പെട്ടതും സംസാരിച്ചതും ഞങ്ങളെ ഫ്രണ്ട് സർക്കിളും ഒക്കെ സബ്മറൈനേഴ്സ് ആണ്. അതായത് ഫ്രണ്ട്സ് ആ ഒരു ഇത് അങ്ങനല്ല, വേറെ ഇല്ലാന്നല്ല, അങ്ങനത്തെ കുറെ ആൾക്കാരെ വേറെ ഇട്ടിട്ടോ, ഷിപ്പിലുള്ള ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ല. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സംഭവമാണ് അല്ലേ? ഓക്കെ, അപ്പോ അതിൽ എഞ്ചിനീയറിംഗ് ഓഫീസർ ആയിരുന്നു. പിന്നെന്താ 10 വർഷം എഞ്ചിനീയർ ഓഫീസർ അത് ഓരോ ഷിപ്പിലും ഇതിലൊക്കെ ഐ മീൻ എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയർ ആയിട്ടായിരുന്നല്ലോ മെയിൻ ആയിട്ട് കയറിയത്. അപ്പൊ ആദ്യം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിന്ന് പഠിച്ചിറങ്ങി. പിന്നെ 2 വർഷം കൊച്ചിൻ ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്ത ശേഷം ഇവിടെ കയറി അല്ലേ. അങ്ങനെ 10 വർഷം. അപ്പൊ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് വീഡിയോയിൽ വരാനുള്ള കാരണം എന്ന്. ഇപ്പൊ എന്തുകൊണ്ടാണ് വരാൻ കാരണം എന്ന് വെച്ചാൽ അതും പറയൂ. ഇപ്പൊ ഞാൻ നേവിയിലല്ല, റിട്ടയർഡ് ചെയ്തു. 2022 ജൂണിൽ റിട്ടയർഡ് ചെയ്തു. ഇപ്പം ഒരു കോർപ്പറേറ്റ്, ഇവിടെ പോലെ ഒരു കോർപ്പറേറ്റ് വേൾഡിലാണ്. സോ കോർപ്പറേറ്റോ ഇങ്ങനെ ലാപ്ടോപ്പിന്റെ മുന്നിൽ നിൽക്കുന്നൊക്കെ ചോദിച്ചോണ്ടിരുന്ന ആള്. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പൊ ഒബ്വിയസ്ലി മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആണ്. അപ്പൊ മൊത്തം ഇൻട്രസ്റ്റ് ഒക്കെ അതിലായിരിക്കുമല്ലോ. ഇത് മെഷീൻസിനോട് ചെയ്യാതെ ഇനിയിപ്പോ സബ്മറൈനിൽ ചെയ്ത സംഭവങ്ങളൊക്കെ ആണെങ്കിലും അത് തന്നെയാണ്. 10 വർഷം സബ്മറൈനിൽ ഇന്ത്യൻ നേവിയില് സെർവ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ അതിന് മുന്നേട്ടോ 10 വർഷത്തിന് മുന്നേ 9.5 വർഷം കഴിയുമ്പോഴത്തേനും ഇവർക്കൊരു കോഴ്സ് കൊടുക്കും. അത് എന്താ പറയുക, പ്രീ റിലീസ് കോഴ്സ് എന്ന് പറയും, PRC കോഴ്സ്. അത് ചെയ്തിട്ട് പിന്നെ അവിടെ തന്നെ പ്ലേസ്മെന്റ് ആയിട്ടാണ് വന്നത്. അത് മെയിൻലി IIM പോലത്തെ അങ്ങനത്തെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ശരിക്കും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ഒരു നല്ലൊരു ഇത് അവർ തരുന്ന ഒരു ഓഫറാന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉള്ള എക്സ്പീരിയൻസ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നല്ലൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസും കിട്ടും. കമ്പനീസൊക്കെ അവിടെ ഹയറിങ്ങിനും വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ പ്ലേസ്മെന്റ് ആയിട്ട് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂർ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെയുള്ള. അപ്പോൾ അതാണ്. പിന്നെ പറയാനുള്ള നമ്മൾ ഗവൺമെന്റ് ജോലിന്റെ കാര്യം പറയുമ്പോൾ കേട്ടോ, അപ്പൊ ശരിക്കും നമ്മൾ നോർമലി ഇങ്ങനെ തമാശക്കൊക്കെ കുറെ ട്രോളുകളാണെങ്കിലും മീംസ് ആണെങ്കിലും ഒക്കെ കാണാറുണ്ട്. ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള ജോലിയാണുള്ളത്. ഐ മീൻ ഗവൺമെന്റ് ജോലി കയറിയിട്ട് വേണം ലീവ് എടുക്കാൻ അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ പട്ടാളക്കാരത്തെ അല്ലെങ്കിൽ ഡിഫൻസിന്റെ കേസിൽ ഞാൻ കണ്ടെടുത്തോളം നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവര് ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിൽ പോലും 24/7 ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് എപ്പോഴും ഉള്ളത്.
എപ്പോഴും അങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഇവർക്ക് ഓരോ അപ്പോയിന്റ്മെന്റ് പോലെയാണല്ലോ ഉണ്ടാവുക. ചില അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കുറച്ച് നല്ല രീതിയിലുള്ള തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നോർമലി ഉണ്ടാവുക. ഒരു നല്ല ഹെക്ടിക് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് കുറച്ച് കുഴപ്പമില്ലാത്ത അങ്ങനെ. അപ്പോ ഇവരത് ഡ്യൂട്ടിയാണ് എനിക്ക് ഒരു എന്താ പറയാ മാനസികമായിട്ട് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോ നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഓക്കെ രാത്രി പോവാ, പകല് അന്ന് ഓഫ് ആയിരിക്കും. പക്ഷെ ഇവരെ നൈറ്റ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ പോവും, പിന്നെ രാത്രി നൈറ്റ് ഡ്യൂട്ടി അവിടെ തന്നെ നിൽക്കണം, പിന്നെ പിറ്റേ ദിവസം രാവിലെ പിന്നെ നോർമൽ ഡ്യൂട്ടി തുടങ്ങും, എന്നിട്ട് വൈകുന്നേരം. അപ്പോൾ ഒരു ദിവസം രാവിലെ പോയാൽ പിറ്റേ ദിവസം വൈകുന്നേരമാണ് അവിടുന്ന് വരുന്നത്. സമ്മറിൽ നിന്ന് പോയിട്ട് നമ്മൾ നോർമലി രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നതിന് പകരം ഇവര് വീട്ടിൽ വരിക, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. പിന്നെ സെയിലിംഗ് ചെയ്യുമ്പോൾ 10-20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സെയിലിംഗ്, വെള്ളത്തിന്റെ അടിയിലല്ല, 40 ദിവസമൊക്കെ അങ്ങനെ പോവും. അപ്പോൾ ഷിപ്പാകുമ്പോൾ പിന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് സൂര്യനെ കാണാം, അല്ലെങ്കിൽ പുറം ലോകം കാണാന്നുള്ള ഒരു ഇതെങ്കിലും ഉണ്ട്. സബ്മറൈനാകുമ്പോൾ വെള്ളത്തിന്റെ അടിയിൽ കൂടെ അല്ലേ പോകുന്നത്, ഒന്നും കാണാനും പറ്റൂല. രാവിലെ ആണോ രാത്രിയാണോ നമുക്ക് സമയം നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ. പക്ഷെ നേവി വിടാൻ കാരണം അങ്ങനത്തെ ഹെക്ടിക് ലൈഫ് ആയതുകൊണ്ടല്ല കേട്ടോ. അതൊക്കെ എപ്പോഴും ഇഷ്ടമായിരുന്നു രാജ്യത്തിനെ സെർവ് ചെയ്യാന്ന് പറയുന്നത്. ഇഷ്ടമുള്ള കാര്യം തന്നെയായിരുന്നു. പിന്നെ നമ്മള് രണ്ടാളും കൂടി ഡിസൈഡ് ചെയ്തിട്ടാണ് പോവാന്നാക്കിയത്. എന്താ കാരണം? അല്ല, ഒരു കാര്യം അവൾ തന്നെയാണ്. ഓളെന്ന് പറയാനിട്ടില്ല, ലൈക്ക് എന്താ പറയുക, അവളിപ്പോൾ പഠിച്ച് നല്ലൊരു കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത്. അപ്പം പൊതുവെ ഞങ്ങളെ ജോബിൻ്റെ ഒരു നാച്ചർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറബിൾ ആയിരിക്കും. ഒരു സ്ഥലത്തു നിന്ന് ഒരു മാക്സിമം ഒരു സ്റ്റേഷനിൽ 5 വർഷം അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ചിലർക്കത് 3 വർഷം, ഡിപ്പെൻസ്. അപ്പോൾ 1.5 വർഷമൊക്കെ. സോ അപ്പോൾ ഇയാൾക്ക് നല്ലൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു ജോബ് ഒരു കമ്പനി പോയിട്ട് ചെയ്യാൻ പറ്റില്ല. കോവിഡൊക്കെ ഇപ്പോൾ വന്നല്ലോ, വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ എല്ലാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് വൺ റീസൺ. പിന്നെ എൻ്റെ പാരൻസിനോട് ഞാൻ ആദ്യം തന്നെ 10 years കഴിഞ്ഞാൽ എന്തായാലും തിരിച്ച് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർ കൊടുത്തൊരു വാക്കും ഒക്കെ കൂടെ, അതുകൊണ്ട് ഞാൻ എക്സ്റ്റൻഷനൊന്നും കൊടുത്തില്ല. ഞങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും ഉണ്ട് കുറേ ആൾക്കാർ. അല്ലെങ്കിൽ പിന്നെ 10 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ റിട്ടയർഡ് ചെയ്യാം. അത് ഇങ്ങനെയാണ് ഉണ്ടാവില്ല. അവര് ഇപ്പോ കോളേജൊക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കയറുകയാണല്ലോ. അപ്പോൾ 10 yearsലേക്കാണ്. അവിടുന്ന് അങ്ങനെ തന്നെ PC ഉണ്ടാവലുണ്ടോ? PC ആയിട്ട് കയറാൻ പറ്റില്ല. ഇത് ഷോർട്ട് സർവീസിലേക്കാണ് കയറി SSB ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഒരു ചോദിക്കും എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള. അപ്പൊ ഇവരാവുമ്പോ പെൻഷൻ അങ്ങനെ ബേസിക്കലി ടെക്നിക്കൽ ഫീൽഡിൽ മാത്രമേ അതുള്ളൂ ഓപ്ഷൻ. ഡിപ്പെൻസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു റീസെന്റ് എക്സിക്യൂട്ടീവ് ആൾക്കാർക്കും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് 10 വർഷം അല്ല. PC ആണെങ്കിൽ ഇവർക്ക് പെൻഷൻ ബെനിഫിറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. PC ആണ് പെർമനന്റ് കമ്മീഷൻ ആണെങ്കിൽ റിട്ടയർഡ് ആവുന്നത് വരെ പോവാം, അങ്ങനെയാണ്. പിന്നെ ഇത് ആണെങ്കിലും ഈ 10 വർഷം ബെനിഫിറ്റ്സ് ആണെങ്കിൽ പെൻഷനബിൾ ആണെങ്കിൽ 20 years 15 അല്ലേ? അത് പക്ഷെ അങ്ങനെ ഓപ്ഷൻ കിട്ടലില്ല അല്ലേ? അല്ല, നമുക്കൊരു ഓഫീസറായിട്ട് കമ്മീഷൻ മിനിമം 20 years സെർവ് ചെയ്യണം. ആ ഓപ്ഷനേ ഉള്ളൂ. 15 years ആണ് പെൻഷൻ സർവീസ്. അത് സെയിലേഴ്സ്. പക്ഷെ അതാർക്കും നിങ്ങൾക്ക് കിട്ടൂലല്ലോ. സെയിലേഴ്സ്. ഓക്കെ. അപ്പോ അങ്ങനെ. അപ്പോ അതുകൊണ്ട് ആ ഒരു സമയം ഇപ്പോൾ അവർക്ക് ആ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പക്ഷെ ഷോർട്ട് സർവീസ് 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പോകും. പിന്നെ വേണമെങ്കിൽ 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 14 വർഷം നിൽക്കാം അല്ലേ? അല്ല, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 years എല്ലാവർക്കും എക്സ്റ്റൻഷൻ കിട്ടും പെട്ടെന്ന്. പക്ഷെ 14 yearsൻ്റെതും കിട്ടും. ബട്ട് നമ്മളിപ്പോ MTech എല്ലാം IIT എന്നെല്ലാം ചെയ്യില്ലേ, ഹരി ചെയ്ത പോലെ. അപ്പോൾ ആ 5 years നമ്മൾ എക്സ്റ്റൻഷൻ സൈൻ കൊടുക്കും. അപ്പൊ ഇവർക്ക് MTech ഒക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ MTech കഴിഞ്ഞിട്ട് 5 years എന്തായാലും സെർവ് ചെയ്യണം എന്നുള്ളത്. അത് ആദ്യം തന്നെ സൈൻ ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ അത് ഓപ്ഷൻ ഇല്ല. അങ്ങനെ. അപ്പോ അതാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം ജൂണിൽ ശരിക്കും റിട്ടയർഡ് ആയി. അപ്പോൾ ഇനി എല്ലാ വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും. ട്രാവൽ വീഡിയോസ്, എല്ലാ വീഡിയോസ് അല്ലെങ്കിലും ട്രാവൽ വീഡിയോസിലൊക്കെ എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ ആൻഡമാനിൽ പോയിട്ടുണ്ടായിരുന്നു. കൈ മാത്രം. ആൻഡമാൻ വീഡിയോയില് ഉണ്ട്. ഞങ്ങൾ മെയിലാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജൂണിൽ റിട്ടയർഡ് ആയി. പക്ഷെ പിന്നെ കാക്ക ബാംഗ്ലൂരിലേക്ക് വന്നു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് വീടൊക്കെ തപ്പി ഞങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പൊ സെറ്റിൽ ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ലേറ്റ് ആയത്. ആൻഡമാന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടാണല്ലോ, എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ പിറകെ വരുന്നതായിരിക്കും. പിന്നെ ദുബായിന്റെ വീഡിയോ നമ്മളത് വരുന്നുണ്ട്, അതിലും വരുന്നതായിരിക്കും.
അപ്പോൾ അങ്ങനത്തൊക്കെയാണ് കഥകൾ. അപ്പം മെയിനായിട്ട് വരാതിരിക്കാൻ കാരണം ഇത് തന്നെയാണ്, ഈ റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇത് ഞാൻ ഹൗസ് ടൂറും ഞാൻ പറഞ്ഞില്ലേ, ഹൗസ് ടൂർ നമ്മൾ പറഞ്ഞല്ലോ വീഡിയോയില്, അതിന്റെ കാര്യമൊക്കെ ഓക്കെ. മോട്ടിവേഷണൽ ടൂർ, ഹൗസ് ടൂർ, മോട്ടിവേഷൻ അല്ല. ഇനിയിപ്പോ ഇത് സമ്മറിന്റെ ഒന്നും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല കേട്ടോ, ഒരുപാട് സമ്മറിന്റെ ഡീറ്റെയിൽസ് അല്ല, നേവിനെ റിലേറ്റഡ് ആയിട്ടും എങ്ങനെ SSB ക്ലിയർ ആവാം അങ്ങനത്തെ കുറച്ച്. അത് നമുക്ക് ചെയ്യാം. പിന്നെ സബ്മറൈൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ. നേവി എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലോകമാണ് കേട്ടോ, ശരിക്കും പറയാൻ പറ്റില്ല. അവിടുത്തെ സൊസൈറ്റി ആണെങ്കിലും, എനിക്ക് ഇപ്പോഴും ബാംഗ്ലൂർ വന്നിട്ടും ഇവിടുന്ന് മെയിൻ 2 ബെനിഫിറ്റ്, ക്ലൈമറ്റ് നല്ലതാണ്, എപ്പോഴും തണുപ്പാണ്, അതേപോലെ നാട്ടിൽ പോയി വരാനും ഭയങ്കര എളുപ്പമാണ്. ആ 2 ബെനിഫിറ്റ്സ് മാത്രമേ എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് എപ്പോഴും ഇഷ്ടം, ഇപ്പോഴും പറയുമ്പോൾ ഇഷ്ടം, ചിന്തിക്കുമ്പോൾ ഇഷ്ടം മുംബൈ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അങ്ങോട്ടാണല്ലോ പോയത്, അതുകൊണ്ടായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ നേവിൻ്റെ അക്കോമഡേഷനിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയാണ്, വേറെ ഒരാൾക്കും കമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. സ്പോർട്സ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ എന്ത് സ്പോർട്സ് ഏത് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം, ബാഡ്മിൻ്റൺ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഗ്രൗണ്ട് റണ്ണിങ്ങിനുള്ള, പിന്നെ ബാക്കി ഫെസിലിറ്റീസ്. പിന്നെ ഇവരൊക്കെ ഇപ്പോൾ കാക്കൻ്റെ കേസിലായതുകൊണ്ട് സബ്മറൈൻ ആകുമ്പോൾ സെയിൽ ചെയ്യുന്ന ദിവസങ്ങൾ കുറവായിരിക്കും, പക്ഷെ ഷിപ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് ദിവസം 3 മാസം 4 മാസമൊക്കെ സെയിൽ ചെയ്യുന്നതുണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടാവും, ഹോസ്പിറ്റലും സ്കൂളും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലും ക്യാൻറ്റീനും, ഒന്നിനും പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതേപോലെ നല്ല സെക്യൂരിറ്റി ഉണ്ടാവും, പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒറ്റക്കാണെങ്കിലും കുട്ടി മൊത്തത്തിൽ നാശമായിട്ടുണ്ട്, അത് വേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വന്ന് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസ് ഉള്ള സൊസൈറ്റിയിൽ തന്നെയാണ്. എന്നാലും നേവിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു എന്താ പറയുക വൃത്തി, അതൊന്നും കൊണ്ടുവരാനും ബാക്കി ഒരു സൊസൈറ്റിക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കഥകള്. അപ്പൊ ഇപ്പൊ നമ്മള് ഒരു നോർമൽ കോർപ്പറേറ്റ് ലൈഫിലേക്കുള്ള പോലെ ആയിട്ടുണ്ട്. താടി ആദ്യം ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ലുക്ക്, ഇപ്പൊ ഫുള്ള് ലുക്ക് മാറിയതാണ്. ആദ്യം ഫുൾ മിലിറ്ററി കട്ടായിരുന്നു അല്ലേ, ഇപ്പൊ ലുക്കൊക്കെ മാറിയപ്പോ താടിയൊക്കെ വെച്ച് ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നു. ആദ്യം മെച്യൂരിറ്റി ഇല്ലായിരുന്നല്ല, ആദ്യം ഫുൾ ക്ലീൻ ഷേവ് ആണല്ലോ. ഇവർക്ക് താടി വെക്കാൻ പറ്റും, പക്ഷെ പെർമിഷൻ വാങ്ങിക്കണം, അതിനും സ്പെഷ്യൽ പെർമിഷൻ വേണം. എല്ലാം വെക്കില്ല. അപ്പൊ അതിന് പിന്നെ പറയും നമ്മള് എന്നിട്ട് എസുവിന്റെ അടുത്ത് എന്തെങ്കിലും വീഡിയോയില് പറയാൻ കൊടുത്ത എസു നമ്മള് പോവാണ്, നമ്മള് വരികയാണ്, നമ്മള് നിൽക്കാണ്, ഫുള്ള് നമ്മളതേ പറയുള്ളൂ, ഞാൻ പറയുന്ന കേട്ടിട്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ആയിട്ട് ചെയ്തതിന്. ബാക്കി വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും, നമുക്ക് കുറച്ച് വീഡിയോസ് എന്തായാലും പ്ലാൻ ചെയ്യാം. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ ചോദിക്കാൻ വിട്ടുപോലെ തോന്നല്. പിന്നെ സബ്മറൈനിലെ ലൈഫ് പറഞ്ഞു കൊടുക്കാല്ലേ. ശരിക്കും ഭയങ്കര ഹെക്ടിക് ആട്ടോ. ഹെക്ടിക് എന്നല്ല, അതിന്റെ ഉള്ളില് പോയാലും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മള് ഒരു ശരിക്കും ഒരു ഷിപ്പ് എന്നൊക്കെ പറയുമ്പോ നമ്മള് ഇതിലെന്താ ഒരു ക്രൂസിനൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവരുതെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലാണെങ്കിലും കിടക്കുന്ന സ്ഥലമാണെങ്കിലും ട്രെയിനിലെ ബർത്ത് അത്രയും പോലും വലിപ്പമില്ലാത്ത അങ്ങനത്തെ ഒരു ഇതിലൊക്കെയാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം രാജ്യത്തിനെ സേവിക്കുക എന്നുള്ളതാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ്. അപ്പൊ അവരതിനൊക്കെ അതൊക്കെ എന്താ പറയാ ഒരു ഇതായിട്ടോ അല്ലെങ്കിൽ ഒരു കുറവായിട്ടൊന്നും കാണുന്നില്ല. അതിനനുസരിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നതും. അവര് ആ ഒരു എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അത്രയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് അടുത്തപ്പോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തെന്നുള്ളത് കേട്ടോ. അപ്പോ ഇനി ഫുൾ അപ്പോഴല്ലോ ഇപ്പൊ വരുന്നത് വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെയും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഈ വ്യക്തിയുടെ ഹാർഡ് വർക്കർ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അറിയാത്ത ആള്
ഇനി അതൊക്കെ അറിയേണ്ടി വരും, പറയേണ്ടി വരും എടുക്കട്ടെ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെന്താ വേണ്ടി? വീഡിയോ കണ്ടാ മതി, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഒന്ന് പാത്തിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ശരി, ബൈ ബൈ.